മറ്റൊരു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പത്രപ്രവർത്തനമൊക്കെ മറന്നുപോയി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ മാത്യൂസിൻ്റെ അനുസ്മരണയോഗം ചെയ്തതായിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരികയായിരുന്നു ആ ഒരു പത്രപ്രവർത്തക ലോകത്തിലേക്ക്. ശരിക്കും മാത്യൂസ് ഞാൻ മംഗളത്തിൽ വരുമ്പോൾ ഓൺലൈനൊക്കെ ആയി ഒരു അപ്രധാന വ്യക്തിയായിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത്. ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് അടുപ്പില്ലായിരുന്നു. അതിനുശേഷം മുഖ്യധാര പത്രപ്രവർത്തനത്തിലേക്ക് വന്നപ്പോഴാണ് മാത്യൂസിനെ ശരിക്കും മനസ്സിലായത്. വളരെ മിനിമം ഒരു സൈഡിൽ കൂടെ പോയി വളരെ മിനിമം സന്തോഷങ്ങളും മിനിമം ഇടപെടലുകളും മാത്രം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മാത്യൂസ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു നന്നായി ഒരു മിനിമം സന്തോഷം മാത്രമുള്ള ഞാനെപ്പോഴാണ് ഈ മനുഷ്യൻ അധികം ചിരിക്കാറില്ലല്ലോ, അധികം സുഹൃത്തുക്കളില്ലല്ലോ, ഒരു സാധാരണ ഈ പ്രായത്തിലൊക്കെ ഉള്ളവർ നമുക്ക് കാര്യം മദ്യപിക്കില്ല, പുകവലിക്കില്ല, സിനിമ കാണാറില്ല, പക്ഷേ എല്ലാ സിനിമ എനിക്ക് അറിയാം. പിന്നെ മറ്റു ബന്ധങ്ങളൊന്നുമില്ല. പുള്ളിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഈ സോഫ്റ്റ്വെയറും പിന്നെ ബഹിരാകാശമാണ്. അപ്പോൾ സ്പേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് പുള്ളിയുടെ ആകെയുള്ള താല്പര്യം. എല്ലാ വിഷയങ്ങളെപ്പറ്റിയും വളരെ കാര്യമായിട്ട് അറിയാം, പക്ഷെ താല്പര്യമുള്ളത് ഈ രണ്ട് വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ മറ്റു ഇങ്ങനെ നിന്റെ മോനെങ്കിലും വളരെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരുടെ അടുത്തേക്ക് വിട്ട് പിന്നെ കളിക്കാനൊക്കെ വിട്ട് പിന്നെ കളികളിലൊക്കെ മറ്റു കൂടാനായിട്ടുള്ള അനുഭവിക്കണം. കുറച്ചുകൂടെ സന്തോഷവാനായ ഒരു വ്യക്തിയായിട്ട് മാറ്റണം. അവൻ്റെ പ്രായം ടീനേജ് പ്രായത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷേ എഡിറ്റോറിയൽ കോൺഫറൻസ് വെച്ച് പറയായിരുന്നു. ഞാൻ പറഞ്ഞു, അവൻ പുറത്തിറങ്ങട്ടെ, കൂട്ടുകാരായിട്ട് കളിക്കട്ടെ, പിന്നെ പെണ്ണുങ്ങളൊക്കെ നോക്കട്ടെ, അടിച്ചു കൊടുക്കണം ഈ പ്രായം എന്ന് പറയുമ്പോൾ പുള്ളി അതൊക്കെ ഉണ്ട്. ഞാൻ ഈ ബഹിരാകാശ നിലയങ്ങൾ തമ്മിലുള്ള മത്സരം നിങ്ങളുടെ ഫുട്ബോൾ കളിയായിട്ട് ഞാൻ അവനെ പടക്കം മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹിരാകാശത്തെ ഫുട്ബോൾ കളി ഞാൻ അവനെ പടക്കം പഠിപ്പിച്ചപ്പോൾ അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോഴും അതാണ് ആ ലൈൻ. അല്ലാതെ ഒരു സന്തോഷിക്കുന്ന എന്തിലെങ്കിലും താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല പുള്ളി. ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് കോവിഡ് വന്നപ്പോൾ ഞാനൊക്കെ ക്വാറന്റൈനിലായി, മറ്റുള്ളവർക്കാർക്കും വരാൻ പറ്റാതെ വന്നു. എന്തോ അന്നത്തെ ഒരു സാഹചര്യം വളരെ ഭീകരമായ ഒരു സാഹചര്യമായിരുന്നല്ലോ. അന്ന് മാത്യൂസ് ഒറ്റയ്ക്കാണ് പത്രം ഇറക്കിയത്. 4-5 ജൂനിയർ സബ് എഡിറ്റേഴ്സ് മാത്രമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു അണ്ണാമന്നുള്ള ഒരു വീട് എടുത്തിട്ട് അവിടെ ഈ ഡെസ്കും കമ്പ്യൂട്ടറെല്ലാം എല്ലാം തന്നെ ചെയ്യുന്നത് മാത്യൂസ് ഒറ്റയ്ക്കാണ്. പിന്നെ അജിത് കുമാർ അജിത്തും സഹായിച്ചു. ഇതെല്ലാം ഡെസ്കെല്ലാം ശരിയാക്കി 4-5 ജൂനിയർ സബ് എഡിറ്റർമാരുമായി എത്രയോ ദിവസങ്ങൾ ഒറ്റയ്ക്ക് പത്രം ഇറക്കി. ഞാനിടയ്ക്ക് വരുമ്പം മുഷിഞ്ഞ ഷർട്ടും മുഷിഞ്ഞ മാസ്കുമായിട്ട് വളരെ ആവശ്യത്തോടെ ജോലി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, ക്രൈസിസ് ടൈമിൽ ഇതുപോലെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇല്ല. നമ്മുടെ നമ്മളത്തേക്ക് അത്ര മിടുക്കന്മാരുണ്ട്, എക്സലൻസ് കാണിച്ചിട്ടുള്ള പലരുമുണ്ട്. പക്ഷെ അവരുടെ ക്രൈസിസ് ടൈമിൽ അവർ നമ്മളെ സഹായിക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ ആപത്ത് കാലത്ത് നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാറില്ല. അധികം എക്സലൻസിനേക്കാൾ ഉപരി ഈ ക്രൈസിസിനെ ഫേസ് ചെയ്യാൻ നമ്മളൊപ്പം ഉണ്ടാകുന്നതാണ് നമുക്കിപ്പോൾ ഓർത്തിരിക്കാൻ സുഖം. അതിലൊരാളായിരുന്നു മാത്യൂസ്. മാത്യൂസിൻ്റെ ജീവിതം അങ്ങനെ എന്നാലും ഇതുപോലുള്ള വിഷയങ്ങൾ വളരെ സന്തോഷത്തോടെ മുഴുവൻ എല്ലാ വിഷയങ്ങളിലെ പറ്റി നല്ല ധാരണയോടുകൂടി ഡെസ്ക് കൈകാര്യം ചെയ്യുകയും എല്ലാവരുമായിട്ട് നല്ല അടുപ്പം പുലർത്തുകയും ചെയ്തു വന്ന ഒരു വ്യക്തിയാണ് മാത്യൂസ്. ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം എല്ലാ ആഴ്ചകളിലും 2-3 തവണയെങ്കിലും എന്നെ വിളിക്കുമായിരുന്നു. അവിടെ സംഘടന പറയുമായിരുന്നു. ഒത്തിരി സംഘടനകൾ ഉണ്ടായിരുന്നു. അറിയാമല്ലോ, മാത്യൂസിൻ്റെ ഫാദറിന് അസുഖം വന്നിട്ട്, സ്ട്രോക്ക് വന്നിട്ട്
അതൊരു വിഷമായിരുന്നു. കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇതൊക്കെ എന്നോട് പറയുമായിരുന്നു. പിന്നെ സ്ഥാപനം എന്നൊരു നല്ല ഒരവസ്ഥയിലായിരുന്നില്ല. പിന്നീട് ഇപ്പം നല്ല അവസ്ഥയായി. അപ്പോൾ അതിൻ്റെ ജോലിയുടെ എല്ലാ ഭാഗങ്ങളും വിഷമങ്ങളും അനുഭവിക്കുകയും ചെയ്യണം. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും ചെയ്യണം. അങ്ങനെ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുകളായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പപ്പ പിന്നെ ഇങ്ങനെ സ്ട്രോക്ക് വന്നു, ശരിയാകുന്നില്ല, അവിടെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു, പല ചികിത്സകൾ ചെയ്യുന്നു. അതിനൊപ്പം ഇവിടുത്തെ ജോലി ഭാരം. അങ്ങനെ അവസാന സമയങ്ങളിലൊക്കെ വളരെ ടെൻഷനും ബുദ്ധിമുട്ടും പല പ്രശ്നങ്ങളുമായി സംസാരിക്കുന്നതൊക്കെ നമ്മളോട് വലിയ സങ്കടം പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ സങ്കടം പറഞ്ഞ് ഒരിക്കൽ സങ്കടം പറയാതെയായി. അപ്പോഴാണ് അറിയുന്നത് ഓൾ ഓൺ എ സഡൻ മാത്യൂസ് വീണു എന്നുള്ള അറിയുന്നത്. വീണ് കഴിഞ്ഞപ്പോഴും ആ കിടപ്പ് അങ്ങനെ നീളരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഡോക്ടർമാരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് അങ്ങനെ നീണ്ടു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാകും. പക്ഷേ അങ്ങനെ നീണ്ടില്ല. ഇങ്ങനെയൊരു അവസ്ഥ ആകുകയും ചെയ്തു. ഞാനിപ്പോൾ പറയുന്നത് എനിക്കിപ്പം എല്ലാവർക്കും അറിയാം മാത്യൂസിൻ്റെ അവസ്ഥകൾ. അതിനിടയ്ക്ക് ഞാൻ ഇന്ന് പറയാറ് ഷാലുവിനോട് പറയായിരുന്നു. പണ്ട് ഷാലു ഇവിടെ മത്സരിച്ച സമയത്ത് പിന്നെ ജോസഫ് സുഭാഷിനാണ് എതിര്. ജോസഫ് സുഭാഷൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ രാത്രി 12 വന്ന് മാത്യൂസ് ജോസഫ് സുഭാഷിനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ടായിട്ട് അന്ന് മാത്രമാണ് മാത്യൂസ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെന്ന്. പാതിരാത്രിയിലാണ്. അപ്പോൾ ആരും കാണാതെ ഒറ്റ കെട്ടിപ്പിടുത്തം. അപ്പോൾ അതാണ് മാത്യൂസ്. അപ്പോൾ എനിക്ക് അവസാനിപ്പിക്കാൻ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ കത്തോലിക്കർക്കിടയുണ്ട് ഈ ഒപ്പീസില്ല എന്നൊക്കെ. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ കാരണവന്മാരെയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കില്ല, നല്ല ഭക്ഷണം കൊടുക്കുകയില്ല, അവരോട് നന്നായിട്ട് സംസാരിക്കില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ പെട്ടെന്ന് മരിച്ചു കഴിയുമ്പോൾ പിന്നെ 40 ദിവസത്തേക്ക് പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും, നിത്യശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, ഓഫീസുകളിലും സെമിത്തേരി സന്ദർശനം ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്കിടയിലും മരണത്തിന് ശേഷം അനുസ്മരണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കാനും സന്തോഷിക്കാനും നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി.